ശിക്ഷാ ഇളവ് നൽകുന്ന തടവുകാരുടെ പട്ടിക ഗവർണർ തിരിച്ചയച്ചപ്പോൾ തുടങ്ങിയ വിവാദമാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിൽ എത്തി നിൽക്കുന്നത്. പട്ടികയിൽ TP കേസിലെ പ്രതികളുമുണ്ടെന്ന സംശയമായിരുന്നു വിവാദത്തിന്റെ അടിസ്ഥാനം. ഫെബ്രുവരി 22-ന് ഇക്കാര്യം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ആക്ഷേപങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന് 14 വർഷം യഥാർത്ഥ ശിക്ഷ പൂർത്തിയാക്കുന്നതിന് നിബന്ധനയുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഈ കാലയളവ് പൂർത്തിയാക്കുന്നില്ല എന്നാണ് വസ്തുത. എന്നാൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ജയിൽ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം അദ്ദേഹത്തിന്റെ സഭയിലെ പ്രസ്താവന തെറ്റാണെന്ന് തെളിയിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ്. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. അത്തരം ആക്ഷേപങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുമുണ്ട്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ഒരു തരത്തിലും ബന്ധമില്ലെന്ന് ആണയിട്ട CPM അധികാരത്തിൽ വന്നപ്പോൾ അതിലെ പ്രതികൾക്ക് സൗകര്യങ്ങളും ശിക്ഷായിളവും നൽകുന്നതാണ് രണ്ടാമത്തെ കാരണം. സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ആക്ഷേപം, പ്രത്യേകിച്ചും മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് കാലത്ത്. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.